എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. നമ്മളിന്ന് കണ്ടോ നല്ലൊരു അടിപൊളി സ്ഥലത്താട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കാണുന്ന 8.5 സെൻറ്റ് സ്ഥലവും ഒരു ഓടുവരയും, പക്ഷേ നല്ല സൂപ്പർ സ്ഥലവും വീടാണ് കേട്ടോ. അത് കണ്ടു നോക്കും മൊത്തം. അത്യാവശ്യം കായ്ക്കുന്ന 3 തെങ്ങുണ്ട്, നല്ല 2 തേക്കുണ്ട്, പിന്നെ മാവ്, അങ്ങനെയുള്ള എല്ലാവിധ മരങ്ങളും ഇതിലുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും വിടില്ല, അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. ഈ വീടിൻ്റെ ഉള്ളാണ് കാണേണ്ടത്. ഓടുവരയെന്ന് പറഞ്ഞിട്ട് നിസ്സാരാക്കണ്ട, വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കൂ. നമുക്കാദ്യം സ്ഥലം ഒന്ന് മൊത്തം ഒന്ന് കണ്ടിട്ട് വീട് കാണാൻ വരാം. ചുറ്റും അതിലുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ചെടികളും വാഴയും കവുങ്ങും തെയ്യകളും എല്ലാം ഉണ്ട് ഇതിൽ. അതുപോലെ വെള്ള സൗകര്യത്തിന് പഞ്ചായത്ത് കണക്ഷനും ഉണ്ട്, പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഉണ്ട് കേട്ടോ. ജലനിധി അത് ജലനിധിയുടെ കണക്ഷനാണ്. പിന്നെ ഇതാ അവിടെ ഒരു ആട്ടൂഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 700 മീറ്റർ ഉണ്ട്. അതും നല്ല വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ് കേട്ടോ. ഒറ്റപ്പാലം ടൗണിലേക്കാണെങ്കിൽ 10 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലം ടൗണായി. ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് തിരുവില്ലാമല ടൗണുമാണ് കേട്ടോ. അങ്ങനെയാണ് ഈ വീട് കിടക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ നല്ല സ്ഥലമുണ്ട്. വാഷ് ചെയ്യാനുള്ള കല്ലൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സൈലൻ്റ് ഏരിയയാണ്, ഒരു ഒഴിഞ്ഞ ഏരിയയാണ്. ഒഴിഞ്ഞ ഏരിയയിലൊക്കെ വീട് വെച്ചിട്ട് ഇരിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇത് വാങ്ങിയിട്ടാൽ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. ഉള്ള 2 കണക്ഷനും വേണ്ടിയിട്ടുള്ള 2 ടാങ്കാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ അതിൻ്റെ മുൻഭാഗം. ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് ചെറിയൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അതും ഇതുപോലെ നന്നായിട്ട് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിലാണ്. ഇപ്പോൾ ഇതിൻ്റെ 2ാമത്തെ റീവർക്ക് ചെയ്തതാണ് കേട്ടോ. ടൈൽസൊക്കെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഓടുവര ആണെന്നുള്ളൂ, ടെറസിൻ്റെ ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ബഡ്ജറ്റിലൊക്കെ ആർക്കെങ്കിലൊക്കെ വീട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആ ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് ഇതാ മെയിൻ ഡോറാണിത്. മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ കണ്ടോ, സീലിങ്ങൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ സീലിങ്, ടെറസിൻ്റെ സീലിങ് മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. വെറും 18 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ഓണർ പറയുന്നത്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് കേട്ടോ. വില കുറച്ച് കിട്ടുന്നതാണ്. ഇതാ കയറി ഉടനെ കണ്ടില്ലേ വലിയൊരു ഹാള്. അതിൻ്റെ സൈഡിൽ ഇത് അവിടെ ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. അതും കണ്ടോ കംപ്ലീറ്റ് സീലിങ്ങൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫണ്ടുള്ളവർക്ക് വാങ്ങിയിട്ടാലേ എപ്പോഴേലൊക്കെ വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങൊക്കെ നടത്താനൊക്കെ ഉപയോഗിക്കാം. കണ്ടോ നല്ല ബാത്റൂം കണ്ടില്ലേ. ടെറസിൻ്റെ ബാത്റൂമൊക്കെ അപ്പുറത്തിരിക്കും. അത്ര ഫിനിഷിങ്ങാണ്. പ്രവാസികൾക്കൊക്കെ ഒരു 3-4 ആൾക്ക് കൂടിയിട്ട് ഇത് വാങ്ങിയിടുക. എന്നിട്ട് പിന്നെ നാട്ടിൽ വരുമ്പോഴൊക്കെ ഒന്ന് ഒത്തുകൂടാനോ സംസാരിക്കാനോ സ്വറ പറഞ്ഞിരിക്കാനൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഏരിയയാണ്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഇത് കുറച്ച് ചെറുപ്പമുള്ള ബെഡ്റൂം കേട്ടോ. 2 ബെഡ്റൂം എന്ന് പറയാം. ഒന്ന് നല്ല വലുപ്പമുണ്ട്. അത് ബാത്റൂം ഇല്ലാത്തൊരു ബെഡ്റൂമാണ്. അത് കഴിഞ്ഞാൽ അതാണ് അടുക്കള. അടുക്കളയിൽ ഇതാ ഇവിടെ വാഷ് ബേസിനും ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും. ഇവിടുത്തെ ടൈൽസ് ഉണ്ടല്ലേ വേറൊരു മോഡൽ കേട്ടോ. അടുക്കളയൊക്കെ നല്ല ഫിനിഷിങ്ങാണ്. പ്രവാസികളൊന്നും ഇല്ല കേട്ടോ. നാട്ടിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും 3-4 ആൾക്ക് കൂടിയിട്ട് വാങ്ങിയിട്ടാൽ ഇതുപോലെ ഒഴിവ് സമയത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വീടാണ്. ആ ബാത്റൂം കണ്ടില്ലേ, എന്താ ബാത്റൂം. അത് കഴിഞ്ഞാൽ ഇതാണ് ഈ തലക്കാണ് കിച്ചണൊക്കെ കണ്ട നല്ല ഫിനിഷിങ്ങുള്ള ഭാഗമാണ്. സിങ്കും കാര്യങ്ങളും ഷെൽഫുകളൊക്കെ ഉണ്ട്. അടുക്കളയിൽ ഉണ്ടല്ലേ ടൈൽസ്, അതിൻ്റെ അടിയിലെ കബോർഡ് വർക്ക് അടക്കം കഴിഞ്ഞിട്ടുണ്ട്. ടെറസിൻ്റെ സെയിം വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു വീടാണ്. ഇത് അടുക്കളയുടെ പുറകുവശം. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് നമുക്ക് നന്നായിട്ട് കുളിക്കാനുള്ള നല്ലൊരു സൗകര്യമുണ്ട് കേട്ടോ.